ക്രൈസ്തവരോടുള്ള സംഘപരിവാർ സമീപനത്തിൽ പരോക്ഷ വിമർശനവുമായി ഓർത്തഡോക്സ് സഭാ മെത്രാപ്പൊലീത്ത യുഹാനോൻ മാർ മിലിത്തിയോസ്. ഡൽഹിയിൽ മെത്രാന്മാരെ ആദരിക്കുകയും ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുകയുമാണ് എന്നാണ് തൃശൂർ ഭദ്രാസന മെത്രാപ്പൊലീത്തയുടെ വിമർശനം. പാലക്കാട് നല്ലേപ്പള്ളിയിലും തത്തമംഗലത്തും ക്രിസ്മസ് ആഘോഷങ്ങൾ അലങ്കോലമാക്കിയതിൽ പ്രതിഷേധിച്ച് ഇന്ന് ഡിവൈഎഫ്ഐ സൗഹൃദ കാരൾ സംഘടിപ്പിക്കും. തത്തമംഗലത്ത് പുൽക്കൂട് തകർത്തത് പ്രത്യേക സംഘം അന്വേഷിക്കുകയാണ്. തൃശൂരിൽ നിന്ന് സൂരജ് സജിയും പാലക്കാട്ട് നിന്ന് നിഖിൽ പ്രമേശും തത്സമയ വിവരങ്ങളുമായി. ആദ്യം സൂരജ് സജിയിലേക്കാണ്. സൂരജ്, ഇപ്പോൾ വളരെ പ്രസക്തമായൊരു വിമർശനം യുഹാനോൻ മാർ മിലിത്തിയോസിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. ഇന്നലെ നമ്മളൊക്കെ ചർച്ച ചെയ്ത വിഷയം കൂടിയാണ്. എന്താണ് യുഹാനോൻ മാർ മിലിത്തിയോസ് പറയുന്നത്? ഓർത്തഡോക്സ് സഭാ പ്രതിനിധികളൊക്കെ ഇന്നലെ ആ വിരുന്നിൽ പങ്കെടുത്തിരുന്നതാണല്ലോ. തീർച്ചയായും അനുജ, ഇന്നലെ ഡൽഹിയിൽ നടന്ന ഈ വിരുന്നിൽ എല്ലാവരും തന്നെ പങ്കെടുത്തതാണ്. പ്രധാനമന്ത്രി ആ വിരുന്നിലെത്തി ആശംസകൾ അർപ്പിക്കുന്നു. മറുതലക്കലിൽ ഈ പാലക്കാട് ക്രിസ്മസ് ആഘോഷം തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രതിനിധികൾ ഇടപെട്ട് ഈ താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു, പുൽക്കൂട് വന്ദിക്കുന്നു, ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു. ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് യുഹാനോൻ മാർ മിലിത്തിയോസ് കഴിഞ്ഞ ദിവസം പുൽപ്പള്ളിയിൽ ഒപ്പം പുല്ലേപ്പള്ളിയിലും തത്തമംഗലത്തും ഉണ്ടായ സംഭവങ്ങളെ ഒപ്പം തന്നെ ഡൽഹിയിൽ നടക്കുന്ന സംഭവങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. പാലക്കാട്ട് നിന്ന് നിഖിൽ പ്രമേഷിലേക്ക് പോകുന്നു. സൂരജ് സജിയിലേക്ക് അല്പസമയത്തിനകം എത്താം. നിഖിൽ, ഇതിൽ അന്വേഷണം ഏത് രീതിയിൽ നടക്കുന്നു? രണ്ടിടത്തും സമാനമായ തരത്തിലാണോ ഒരു ആക്രമണത്തിന്റെ സ്വഭാവത്തിൽ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്? അതിന് പിന്നിൽ ഒരേ ആളുകളാണ് എന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരേ സംഘടനയാണ് എന്ന തരത്തിലേക്കൊക്കെയുള്ള നിഗമനങ്ങൾ വരുന്നുണ്ടോ? രണ്ടും അധികം ദൂരെയല്ലാത്തയിടത്ത് സമാന രീതിയിൽ നടക്കുമ്പോൾ അനുജ, ചിറ്റൂർ മണ്ഡലത്തിൽ തന്നെയാണ് ഈ രണ്ട് സംഭവങ്ങൾ നടക്കുന്നത്. ആദ്യം നല്ലേപ്പള്ളിയിൽ, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അവിടുത്തെ ക്രിസ്തുമസ് ആഘോഷം നടന്നുകൊണ്ടിരിക്കെ 3 VHP പ്രവർത്തകർ അവിടേക്ക് എത്തിച്ചേരുന്നു. അധ്യാപകരെ അസഭ്യം പറഞ്ഞുകൊണ്ട് ഇവിടെ ക്രിസ്തുമസ് അല്ല ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്നു. പിന്നീട് സ്ഥിതി വഷളാകുന്നു എന്ന് മനസ്സിലായതിനെ തുടർന്ന് അവർ പോലീസിനെ വിവരം അറിയിക്കുന്നു. പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ആ 3 പേരും റിമാൻഡിലാണ് ഉള്ളത്. തൊട്ടു പിറ്റേ ദിവസമാണ്, അതായത് ശനിയാഴ്ചയാണ് തത്തമംഗലത്ത് സ്കൂളിലെ പുൽക്കൂട് തകർക്കപ്പെടുന്നത്. ഈ രണ്ട് സംഭവങ്ങൾക്കും പിന്നിൽ ഒരേ സംഘമാണോ എന്നുള്ളത് വ്യക്തമല്ല. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇന്നലെ സംഭവ സ്ഥലം സന്ദർശിച്ച സ്ഥലം MLA കൂടിയായിട്ടുള്ള മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് ആദ്യം പറഞ്ഞത് ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളത്. ഇത് ഒരേ സംഘമായിരിക്കാം ഇത്തരത്തിലുള്ള ഈ പുൽക്കൂട് തകർത്തത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയോട് നേരിട്ടുള്ള ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതായത് ഒരു മതസ്പർദ്ധ വളർത്താനുള്ള, മതസാഹോദര്യം തകർക്കാനുള്ള നീക്കമാണോ ഈ നടക്കുന്നത് എന്നുള്ള സംശയം ഉയരുന്നതിനാൽ കേവലം ഒരു പുൽക്കൂട് തകർക്കൽ എന്നുള്ളതിനപ്പുറത്തേക്ക് വളരെ ഗൗരവത്തിലാണ് സംസ്ഥാന സർക്കാരിന് ഈ വിഷയങ്ങളെ കാണുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഈ സ്കൂളുകൾ സന്ദർശിച്ചതും ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിട്ടുള്ളത്. ചിറ്റൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചിറ്റൂർ CA അടക്കം ഉൾപ്പെടുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ രണ്ട് കേസുകളും അന്വേഷിക്കുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ തത്തമംഗലത്തെ പുൽക്കൂട് തകർത്തത് ആര് എന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അജ്ഞാത സംഘം എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം.